സ്നേഹമുള്ളവരെ, നമ്മോടൊപ്പമുള്ളത് മ്യൂസിക് ബാൻഡ് ഫോർ യു ആണ്. ഉക്രൈനിൽ നിന്നുള്ള സിസ്റ്റേഴ്സ്. നമ്മളവരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3 സിസ്റ്റേഴ്സിനെ പരിചയപ്പെട്ടു. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് സിസ്റ്റർ മറീന. സിസ്റ്റർ മറീനയെ നമുക്ക് പരിചയപ്പെടാം. Sister Marina, як ти прийшла в нашу монастирі, або як ти пізнавала твоє покликання? Мабуть, тоді, коли прийшла вперше на молитву в Павшино і мала такі незвичайні відчуття, що якось не хотіла після того вже жити, як жила, можна сказати, що не хотіла повертатися, де я була, в місто, де я була, тому що така Божа присутність, таке місце молитви і дуже незвичайне щось відчуття було, і потім Бог поступово відкривав мені, що це місце те, де Бог хоче мене бачити. Я буду розказати, що Marina പറഞ്ഞതെന്താന്ന് ഞാൻ മലയാളത്തിൽ പറയാം. മറീന ഞങ്ങളുടെ അടുത്ത് വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. മറീനയ്ക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവിടെ വന്നപ്പോൾ മറ്റെങ്ങും ഇല്ലാത്ത ഒരു അനുഭവം, ദൈവാനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കോമ്പൗണ്ടിലുള്ളതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ജീവിച്ചിരുന്ന അവിടേക്ക് വീണ്ടും തിരിച്ചു പോകാനായിട്ടൊരു താല്പര്യമില്ല. എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് താല്പര്യമില്ല. അപ്പം പ്രാർത്ഥിക്കാൻ വന്ന ആ സ്ഥലത്ത് ആ ദൈവാനുഭവത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെപ്പറ്റി അറിഞ്ഞതും നമ്മുടെ മഠത്തിലേക്ക് വന്നതും. മറീനയും വീട്ടിൽ ഒരു മോളേ ഉള്ളൂ. മറീനയുടെ പ്രൊഫഷൻ മറീന ഡയറക്ടറാണ്. മലയാളം പാട്ട് ആദ്യമായിട്ട് പാടി തുടങ്ങിയത് മറീനയാണ്. മറീന സിസ്റ്റർ വ്രതം ചെയ്തിട്ട് എത്ര നാളായി? 1 വർഷമായിട്ടില്ല. ജൂലൈ വരുമ്പോൾ 1 വർഷം ആവത്തുള്ളൂ. സ്നേഹമുള്ളവരെ, ദൈവം ഫോർ യു ബാൻഡ് അംഗങ്ങളെ വിളിച്ച രീതികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് കടക്കാം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ആസ്വദിക്കാം. മഹത്വം വാഴ്ത്തുന്നു രക്ഷക നിന്റെ നാമം.
സ്നേഹമുള്ളവരെ, ബാൻഡ് ഫോർ യുവിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ടും അവസാനമായിട്ടും നമ്മുടെ ഇടയിലുള്ള Наталіка. Наталька, скільки років тебе було, що ти прийшла в монастирі, і чому ти хотіла бути в монастирі? Прийшла я, коли мені було 13 років, і хотіла я, напевно, віддати весь свій талант Богу і повністю служити йому. നത്താൽക്ക ഇപ്പം നത്താൽക്കയ്ക്ക് 18 വയസ്സാണ്. നത്താൽക്ക മഠത്തിൽ വന്നിട്ട് 5 വർഷമായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിശയം ഉണ്ടാവും. 13ാമത്തെ വയസ്സിലാണ് നത്താൽക്ക മഠത്തിൽ വന്നത്. എന്ന് വെച്ചിട്ട് ഞങ്ങൾ മഠത്തിൽ വന്നു. 13ാമത്തെ വയസ്സിൽ മഠത്തിൽ വന്നിട്ട് ഇതുവരെയും സിസ്റ്റർ ആയിട്ടില്ല. 5 വർഷം കഴിഞ്ഞിട്ടും സിസ്റ്റർ ആയിട്ടില്ല. കാരണം നമ്മുടെ കാനൻ നിയമം അനുസരിച്ച് 17 വയസ്സ് കഴിയാതെ നമുക്ക് യൂണിവേഴ്സിറ്റി കയറാൻ പറ്റില്ല. അതുകൊണ്ട് നത്താൽക്ക ഇപ്പോഴും പോസ്റ്റുലൻ്റാണ്. നത്താൽക്ക മഠത്തിൽ വരാനായിട്ടുള്ള ദൈവവിളിക്കുള്ള കാരണം നത്താൽക്ക പറഞ്ഞത്, ദൈവം നത്താൽക്കയ്ക്ക് ഒത്തിരി കഴിവുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ മലയാളം പാട്ടുകൾക്കൊക്കെ മ്യൂസിക് എഴുതുന്നതും അതിനെ കമ്പോസ് ചെയ്യുന്നതും ഓരോ ഇൻസ്ട്രുമെൻറ്റും എവിടെ വായിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നത്താൽക്കയാണ്. ഏറ്റവും ഇളയതാണെങ്കിലും ഏറ്റവും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് നത്താൽക്ക. ദൈവം നൽകിയിരിക്കുന്ന ഈ എല്ലാ കഴിവുകളും ദൈവത്തിൽ നിന്നും കിട്ടിയ ദാനമാണ്. അത് ദൈവത്തിനായിട്ട് ഉപയോഗിക്കണം. ആ ഒരു ഇൻസ്പിറേഷനാണ് നത്താൽക്കയ്ക്ക് മഠത്തിൽ വരാനുള്ള കാരണം. നത്താൽക്കയുടെ വീട്ടിലും നത്താൽക്ക ഒരു മോളാണ്. നത്താൽക്കയുടെ ഫാദർ പ്രൊട്ടസ്റ്റൻ്റാണ്. ഇതുവരെയും അത്രയും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഡൈജസ്റ്റ് ആവുന്നില്ല നത്താൽക്ക ഞങ്ങളുടെ മഠത്തിലുള്ളത്. എന്നാലും നത്താൽക്ക വളരെ സ്ട്രോങ് ആണ്. ദൈവം നൽകിയിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ദൈവവിളിയാണുള്ളത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വയലിൻ നത്താൽക്കയുടെ പഠനം കഴിഞ്ഞു. ഇനി വയലിൻ പഠിക്കാനില്ല. അതുകൊണ്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡയറഗൻറ്റും കമ്പോസിറ്ററും. അതാണ് ഇപ്പം നത്താൽക്ക പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവിളി എത്ര മനോഹരമാണ്, അമൂല്യമാണ് എന്നുള്ളതാണ് ഇവരിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും. അടുത്തൊരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. Mary, did you know that your baby boy will one day walk on water? Mary, did you know that your baby boy would save your sons and daughters? Did you know that your baby boy has come to make you new? This child that you delivered will soon deliver you. Mary, did you know that your baby boy will give sight to a blind man? Mary, did you know that your baby boy will calm the storm will cease? And did you know that your baby boy has walked where angels stroll? When you kiss your little baby, you kiss the face of God. Mary, did you know? Mary, did you know? The blind will see, the deaf will hear, the dead will live again. The lame will leap, the dumb will sing, the praises of the Lamb. Mary, did you know that your baby boy is Lord of all creation? Mary, did you know that your baby boy will one day rule the nations? Did you know that your baby boy is heaven's perfect lamb?
സിസ്റ്റർ ലിജിയും ടീമിലുള്ള എല്ലാവരെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടു. സിസ്റ്റർ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 10-18 വർഷം മുൻപ് തുടങ്ങി വെച്ച ഈ ബാൻഡ് രൂപീകരിച്ചിട്ട് ഒത്തിരി രാജ്യങ്ങളിൽ പോയി നിങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവചന ശുശ്രൂഷയിലെ ഗാനങ്ങൾ ആലപിച്ചും യുവജനങ്ങളുടെ ഇടയിലെല്ലാം തരംഗമുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് വഴി ഒത്തിരി പേര് ജനം കാണുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു സിസ്റ്റർ ദൈവപരിപാലനയിലെ ദൈവപദ്ധതിയെ? നിങ്ങളെങ്ങനെ ഇതിനെ എൻജോയ് ചെയ്യും? ക്രിസ്റ്റീനോ, സിസ്റ്റർ താവിക്ക, ഏറിക്ക അവരൊക്കെ മഠത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ കാൻഡിഡേറ്റ്സും പോസ്റ്റ്ലൻ്റൊക്കെ ആയിരുന്ന സമയത്താണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം എൻ്റെ സിസ്റ്റേഴ്സ് ആണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇതൊക്കെ ഒരു റിസ്ക് അല്ലേ, കാരണം ഇവരൊക്കെ നിൽക്കില്ലെന്നറിയില്ല, അതിനു മുമ്പ് തന്നെ ഇൻസ്ട്രുമെൻ്റൊക്കെ വാങ്ങിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവ് എവിടെയും മൂടി വയ്ക്കാനുള്ളതല്ല. ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റില്ല. അപ്പോൾ ദൈവം മ്യൂസിക് കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴിവ് ദൈവത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞങ്ങളുടെ മ്യൂസിക് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അവർ എൻജോയ് ചെയ്യുന്നു. അതിനേക്കാളും അവർ ആഗ്രഹിക്കുന്നതും അവരുടെ മ്യൂസിക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതും അവർ അപ്രിഷ്യേറ്റ് ചെയ്യാനല്ല, മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുക. ഈ സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത് പോലെ പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ആ ആളുകളെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂസിക് ഇവർ പാടുന്നതും. അതാണ് ഇവരുടെ സന്തോഷം. ഇപ്പോൾ പല പ്രാവശ്യം നമ്മൾ ധ്യാനത്തിനൊക്കെ പാടുമ്പോൾ ആളുകൾ കരയുന്നതൊക്കെ കാണുന്നുണ്ട്. അതിപ്പോൾ നമുക്കൊരു എൻകറേജ്മെൻറ്റ് തരാണ്. നമ്മുടെ മ്യൂസിക് മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട്, അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലവർ വളരെ സാറ്റിസ്ഫൈഡാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതിലും ദൈവം വ്യത്യസ്തമായ കഴിവുകൾ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുക. അപ്പം അന്നെടുത്തൊരു റിസ്ക് എൻ്റെ രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഇൻസ്ട്രുമെൻ്റൊക്കെ ഞാൻ വാങ്ങിച്ചു. പിന്നെ ഇവർ ഇടയ്ക്കിട്ടിട്ട് പോകോ എന്നുള്ളത്, നമ്മൾ ഫ്യൂച്ചറിന് ഭയപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ആക്സിഡൻറ്റ് പറ്റുമോ എന്നോർത്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഫ്യൂച്ചറിൽ അവർ പോകില്ല, നമുക്ക് 2 ചോയ്സുണ്ട്. ഒന്നെങ്കിൽ പോകുമെന്ന് വിചാരിക്കാം, പോകില്ലെന്നും വിചാരിക്കാം. ഞാനെടുത്തത് രണ്ടാമത്തെയാണ്. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിൽക്കും. അപ്പോൾ ഞാനൊരു ഇൻസ്ട്രുമെൻ്റ് മേടിച്ചു കൊടുത്തത് ഇപ്പോൾ വേണോ പിന്നീട് പോരെ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരാവശ്യപ്പെട്ടു വരുന്നവർ കഴിവുള്ളവരാണ്. അവരൊരു 3-5 വർഷം കഴിഞ്ഞിട്ട് ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അവർക്ക് കഴിവോട് കൂടിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ കഴിവ് ഇപ്പം തന്നെ അവർ ഉപയോഗിക്കണം. ഈ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഇവർ വന്നത് സിസ്റ്റർ ഏറിക്ക കാൻഡിഡേറ്റ് ആയിരുന്നു. സിസ്റ്റർ ക്രിസ്റ്റീന നോവിസായിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഗ്രൂപ്പൊക്കെ തുടങ്ങിയത്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചിട്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുകയും ഞങ്ങളുടെ ഗ്രൂപ്പ് പോവുകയും ചെയ്യുക. എനിക്ക് തോന്നുന്നു 5 ഭാഷകളിൽ നിങ്ങളിപ്പോൾ പാടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉക്രൈൻ ഭാഷ, മലയാളം, ജർമ്മൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്. ഇനിയുണ്ട് അച്ഛാ, ഹീബ്രു ഭാഷയിൽ അവർ പാടും, സ്ലോവാക്കിയയിൽ അവർ പാടും, ഹംഗേറിയൻ ലാംഗ്വേജിൽ അവർ പാടും, ഫ്രഞ്ചിൽ അവർ പാടും. അത്രയുണ്ട്. ദൈവത്തിനെ വീണ്ടും നമുക്ക് സ്തുതിച്ചുകൊണ്ട് മറ്റൊരു ഗാനം നമുക്ക് ആസ്വദിക്കാം. Pidabe
കൊണ്ട് പുണ്യമായുള്ളതു കഥവാത്താൽ ധന്യരായി ഞങ്ങളെ ആക്കിടുവീൻ. നല്ല മാതാവേ മറിയേ, നിർമ്മല യോസേപ്പിതാവേ, മുമ്പിനാൽ ഞങ്ങളെ കാത്തുവാന തുമ്പം താരും ദുഷ്ടബലകാര ചൈതന്മാർ ഞങ്ങളെ കാത്തിടുവാൻ ചത്താലും ഞങ്ങൾക്കതിഷ്ടമല്ല. നല്ല മാതാവേ മറിയേ, നിർമ്മല യോസേപ്പിതാവേ. സിസ്റ്റർ നേരത്തെ പറഞ്ഞു ഒത്തിരി ഭാഷകളിൽ ഒത്തിരി രാജ്യങ്ങളിൽ ഇവർ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം കേൾക്കുമ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ പോസിറ്റീവായിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ട് കാണും. ജനങ്ങളുടെ അഭിപ്രായത്തിൽ അവർ പറഞ്ഞ അനുഭവത്തിൽ സിസ്റ്ററിനെ സ്പർശിച്ച ഒരു അനുഭവം, ഉള്ളിൽ തങ്ങി നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം? ഇതുവരെയും നെഗറ്റീവായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ഞാൻ കാണാത്തതായിരിക്കാം. കൂടുതലും പോസിറ്റീവാണ് നമുക്ക് ആളുകളിൽ നിന്നുള്ള റെസ്പോണ്ട് കിട്ടിയിരിക്കുന്നത്. പല ആളുകളും പറയുന്നുണ്ട് ഒരു കുറച്ച് സമയം ആ പാട്ടിൻ്റെ സമയത്ത് അവരുടെ ജീവിതത്തിൽ നിന്നെല്ലാം മറന്നിട്ട് ഈ ലോകത്തിൻ്റെതായ ടെൻഷൻസും സ്ട്രെസ്സും ഇതിൽ നിന്നൊക്കെ വിടുതൽ കിട്ടിയിട്ട് ഒരല്പസമയമെങ്കിലും ഒരു ദൈവാനുഭവത്തിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ ആത്മാക്കളെ ഒന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ പാട്ട് സാധിച്ചു. അങ്ങനെ പല പ്രാവശ്യം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ ഉക്രൈനിൽ ഒരു ധ്യാനം നടത്തിയ സമയത്ത് പുറത്തുകൂടെ പോയ ഒരു മനുഷ്യനായിരുന്നു. അത് പള്ളിയിൽ പാട്ട് കേട്ടിട്ട് പള്ളിയുടെ അകത്തേക്ക് കയറി വന്നതാണ്. നമ്മുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് വന്നതല്ല. ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ആ പാട്ടിൻ്റെ സമയത്ത് മനുഷ്യനെ ഒത്തിരി ദൈവം സ്പർശിച്ചു. അതൊരു മാനസാന്തരത്തിലേക്ക് കൊണ്ടുപോയി. ആ പാട്ടാണ് അട്രാക്റ്റ് ചെയ്തത്. പലരും പറയുന്ന ഒരിതാണ് ദൈവാനുഭവം, സ്വർഗീയ അനുഭവം ആസ്വദിക്കാനായിട്ട് സാധിച്ചു എന്ന്. ഞങ്ങളുടെ സിസ്റ്റേഴ്സ് പാടാൻ വേണ്ടിയിട്ട് പാടുകയല്ല, അവർ പാടുമ്പോൾ അവരുടെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഓരോ വരികളും അവർ ദൈവത്തോട് സംസാരിക്കുകയാണ് ആ ഒരു വരികളിലൂടെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആളുകൾക്ക് ദൈവാനുഭവം അനുഭവപ്പെടുന്നത്. ഒത്തിരി സന്തോഷം സിസ്റ്ററെ കേട്ടതിലും. ദൈവം നമ്മെ ഓരോരുത്തരെയും താലന്തുകൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ മ്യൂസിക് ബാൻഡ് അത് അതിൻ്റെ പരമാവധി 100% തിരിച്ചു കൊടുക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇവരുടെ സംഗീതം വഴി അനേകായിരങ്ങൾ ദൈവത്തിലേക്ക് അടുക്കട്ടെ. എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളും ഭൂഖണ്ഡങ്ങളിലുള്ള ജനങ്ങളും എല്ലാവരും ദൈവാനുഭവവും ദൈവസ്നേഹവും അനുഭവിക്കുവാനായിട്ട് നിങ്ങളുടെ ഈ സംഗീതം വഴി ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ശാലോം നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു ഫാദർ.
മഹത്വം. വാഴ്ത്തുന്നു രക്ഷ